ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന്. അന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഉപ്പ സർപ്രൈസായിട്ട് നാട്ടിലെത്തിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് രാത്രി 1:30 ടൈം ആയപ്പോഴാണ് എത്തിയത്. ബാക്കിയുള്ള വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഉപ്പ വരുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നമുക്ക്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ കുവൈത്ത് നിന്ന് നമ്മളെ വീട്ടിലേക്ക് വരികയാണ്. ഇതുവരെ വീട്ടിലുള്ളവരൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എത്തണ വിവരം. അപ്പോൾ വീട്ടിലേക്ക് ഉമ്മ പങ്ങളവിടെ നിന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിനെ കുറച്ച് മുന്നേ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ച് വീട്ടിൽ പിന്നെ മോനും മരുവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ എത്തി ചോദിച്ചിട്ട് അപ്പോൾ വൈഫ് പറഞ്ഞു എത്തിയിട്ടില്ലല്ലോ, ഒരു വിളിച്ചിട്ടില്ല, എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ മോനക്ക് വിളിച്ചിരുന്നു നിങ്ങളെവിടെ എത്തി ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അതാ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഓരങ്ങോട്ട് വിടുക. ബാക്കിൻ്റെ പോക്കറ്റിലുണ്ടാവും ഫോണ്. ബാക്കി മോള് നീച്ചിട്ടില്ല, വൈഫ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എന്താ പറഞ്ഞല്ലോ ചോദിച്ചല്ലോ വായിച്ചു ബാക്കിൽ വരുന്നുണ്ടോ. നമ്മള് ചിങ്കിടി ഉറങ്ങി, ചിങ്കിടിയൊക്കെ ഇവിടെ ഉറങ്ങി. നമ്മളെ അങ്ങനെ ഉപ്പ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അളിയൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞു ഇപ്പം എന്തായാലും പോണ്ട, ഇന്നിവിടെ ഉറങ്ങിയിട്ട് നാളെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഉപ്പ വന്നതിന് ശേഷം ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 4 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അന്ന് പത്തിരിയും അതേപോലെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ മോനെയും കൊണ്ട് അങ്ങനെ കളിക്കുകയായിരുന്നു. ഉപ്പ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് പോയതാട്ടോ. എനിക്ക് 3 മാസം 4 മാസം ഉണ്ടായപ്പോൾ പോയതാണ്. ഇപ്പം മോനക്ക് 10 മാസമായി. അപ്പോൾ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ടുണ്ടാവും. അങ്ങനെ തിരിച്ച് വന്ന് ഉപ്പ ഇങ്ങനെ മോനെ കൊണ്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു. മോനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ചെറിയൊരു പരിചയക്കുറവുണ്ടായി, പിന്നെ മോൻ ഓക്കെ ആയി. പിന്നെ ഉപ്പാൻ്റെ അടുത്ത് നിങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവരെ കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താത്തയും മക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ വരുന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി ഉപ്പ എത്തിയ അപ്പോൾ ആ ടൈമിൽ തന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലെത്തിയ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് തന്നെ അവരെത്തി. താത്താക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണുമാണുള്ളത്. പിന്നെ അളിയൻ ഇവിടെ അല്ല കേട്ടോ, അളിയൻ ഗൾഫിലാണുള്ളത്. അപ്പോൾ അവരെത്തി. ചെറിയ മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓട്ടോ നിർത്തിയപ്പോൾ തന്നെ വേഗം എണീറ്റ്. അങ്ങനെ താത്ത ഇറങ്ങി ഉപ്പാനെ കണ്ട സന്തോഷത്തിൽ അവരെ സ്നേഹപ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മോനക്ക് ഫസ്റ്റ് തന്നെ ഉപ്പാനെ കണ്ടപ്പോൾ ചെറിയൊരു പേടിയും അടുത്തേക്ക് പോവാതൊക്കെ നിൽക്കുന്നുണ്ട്. ഇവരെന്താ ചെയ്യണേന്ന് ആലോചിച്ച് നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ടോ കുറച്ച് കൂടുതലാണ്. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഞാൻ കുറച്ചുകൊണ്ട് വരികയാണ്. വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെ അറിയാതെ ടോ വന്നു പോവാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാട്ടോ. സോറി. അതുപോലെ ഉപ്പച്ചീൻ്റെ പെങ്ങൾ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പണിസ്ഥലത്തുനിന്ന്. അതേപോലെ ഉമ്മാനെ അനിയൻ പോയിട്ട് ഒരു 11 മണിയൊക്കെ ആ ടൈമിൽ പോയി കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ എന്തിനാ കാത്തിരിക്കണമെന്ന് പിന്നെ പറയാതെ തന്നെ അറിയാമല്ലോ. പെട്ടി പൊളിക്കുക എന്നുള്ള ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെയിറ്റ് ചെയ്തെന്ന് ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററാണ് കേട്ടോ. മൂത്ത സിസ്റ്ററും മക്കളും മാത്രമേ എത്തിയിട്ടുള്ളൂ. രണ്ടാമത്തെ സിസ്റ്ററും മക്കളും എത്താണ്ട്. അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ. രാവിലെ മുതൽ ഇറങ്ങിക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ മൂത്ത താത്താക്ക് ഡ്യൂട്ടിക്ക് കയറാൻ ടൈമായി. 1 മണിക്ക് അവൾക്ക് ഡ്യൂട്ടിക്ക് കയറണം കേട്ടോ. അപ്പോൾ അവൾ പോകുന്നതിന് മുമ്പ് ഒരു പെട്ടി പൊളിക്കുക, എന്നിട്ട് അവൾ പോയിട്ട് ബാക്കി എല്ലാവരും എത്തുമ്പോൾ മറ്റേ പെട്ടി പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പെട്ടി പൊളിക്കൽ തുടങ്ങി കേട്ടോ. മക്കളൊക്കെ മുമ്പ് തന്നെ കയ്യും പിടിച്ച് നിൽക്കുന്നുണ്ട്.
അങ്ങനെ പെട്ടി പൊളിക്കൽ സ്റ്റാർട്ടായി. അപ്പോൾ അതാ ഈ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു പുതപ്പ് എനിക്കുള്ളതാണ് കേട്ടോ. ഈ ടോ ഇടയ്ക്കിടയ്ക്ക് കയറി വരികയാണ്. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അതാ പെട്ടി പൊളിച്ച് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു കവറിലൊരു സാധനം ഉണ്ട്. ഈ സാധനം എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. എന്തായാലും ഒരു ഫുഡ് ഐറ്റംസ് ആണത്. അപ്പോൾ അതാ ഒരാൾ അവനക്ക് വേണ്ട സാധനം എടുത്തിട്ട് അവനവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സ്പ്രേൻ്റെ ഫുൾ ബോട്ടിലെടുത്തിട്ട് മോൻ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ പിന്നെ മിഠായി അങ്ങോട്ട് എറിയണ് ഇങ്ങോട്ട് എറിയണ്, ഓരോ സൈഡിൽ നിന്ന് എടുക്കണ്, അങ്ങനെ ക്യാമറയൊക്കെ നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൽ പിന്നെ അധികം മിഠായി ആണ് കേട്ടോ. കുറേ ചോക്ലേറ്റ്സ് ആണ് അധികം ഉള്ളത്. പിന്നെ പുതപ്പ്, അതേപോലെ തന്നെ അനിയനിക്കുള്ള ജാക്കറ്റ്, പിന്നെന്താ ബനിയന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പാൽപ്പൊടി, ടാങ്ക്. വലിയമ്മ ദാ കാലൊക്കെ നീട്ടി അങ്ങനെ ഇരിക്കുന്നുണ്ട്. മക്കളെ കളി കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഉപ്പച്ചി അനിയനക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞാണ്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പൊളിക്കുന്ന പറഞ്ഞാണ്ട് അവനെ കൊണ്ട് പൊളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അവ പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ ചെറിയ കുട്ടിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണ്ടേ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്താണ് ഇപ്പം അതിൽ അവനക്ക് മാത്രം എന്താ സ്പെഷ്യൽ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ തുറന്നപ്പോൾ അതെന്താ കിൻഡർ ജോയ് ആണ്. കാരണം ഇവൻ ആദ്യം ചെറുപ്പം മുതലേ ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെ പറയുന്നത് എനിക്ക് കിൻഡർ ജോയ് വാങ്ങിയിട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവനക്ക് എന്തായാലും ഇനി മേടിച്ചിട്ടില്ല എന്നുള്ള പരാതി വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനക്കായിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. അങ്ങനെ അവനക്ക് കൊടുന്ന കിൻഡർ ജോയ് അവൻ പൊളിക്കലും മക്കളെടുത്തിട്ട് ഓടലും ഞങ്ങൾ തിന്ന് കയ്യലും കഴിഞ്ഞിട്ടോ. അപ്പോൾ അതാ ആ ഒരു ബോക്സ് പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതാ അതിലുള്ള സാധനങ്ങൾ ഇതാണ് കേട്ടോ. കുറേ ഡിഫറെൻറ്റ് മിഠായീസ് ഉണ്ട്. അതായത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കുറേ മിഠായികളുണ്ട് കേട്ടോ. പിന്നെ അതാ കുറേ നട്ട്സ് ഉണ്ട്, വാൽനട്ട്, ആൽമണ്ട്, അത് കാഷ്യൂ നട്ട്സ്, പിന്നെ അതാ കിറ്റ്കാറ്റ് മിഠായി, സ്നിക്കേഴ്സ്, അങ്ങനെ നെസ്കഫേൻ്റെ കുറച്ച് പൗഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. പാൽപ്പൊടി, ടാങ്ക്. അങ്ങനെ അതാ ഇതിൽ കാണുന്ന ഈ ചെറിയ പാക്കറ്റിലുള്ള മിഠായിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞാണ്ട് ഉപ്പച്ചി ചെറിയ മോനക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലത് ഇഷ്ടമായി ചിലത് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ചിലത് അവൻ തിന്നുന്നുണ്ട്, ചിലത് അവൻ തുപ്പിക്കളയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ എനിക്കുള്ള പുതപ്പ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് അനിയനിക്കുള്ള ജാക്കറ്റ്. അങ്ങനെ ഈ പെട്ടി പൊളിക്കൽ കഴിഞ്ഞിട്ട് ഈ പെട്ടിയിലുണ്ടായിരുന്ന സാധനങ്ങളാണിത്. ഈ മിഠായികളും പുതപ്പ്, ജാക്കറ്റ്, അതേപോലെ ഈ കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടായത്. അപ്പോൾ ഈ പെട്ടി പൊളിക്കുന്ന സമയത്ത് എൻ്റെ മോൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവനെ എടുക്കേണ്ട, ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ ഉറങ്ങിക്കോട്ടെ വിചാരിച്ച്. അപ്പോൾ അവൻ എണീറ്റപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് കേട്ടോ, എന്താ ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ട് മോന് ഫുള്ള് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്, ഏതാ എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയായിട്ട്. അപ്പോൾ താത്താൻ്റെ മോനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതടാ അത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതങ്ങനെ ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആദ്യത്തെ പെട്ടി പൊട്ടിക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ താത്തയും മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പെട്ടി പൊളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം പൊളിച്ച പെട്ടിയിലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് പെട്ടി പൊട്ടിക്കൽ സ്റ്റാർട്ടായി. രണ്ടാമത്തെ പെട്ടി പൊട്ടിക്കലിന് ഉദ്ഘാടനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഒരു ബോട്ടിലും പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവനക്കത് മതി എന്നുള്ള രീതിയിൽ പെട്ടി പൊളിക്കലിന് എന്താണെന്നൊന്നും അറിയാത്തൊരു മൈൻഡല്ലേ. അപ്പോൾ അവനക്ക് എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അനിയനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് ഇരുത്തി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മക്കൾ പെട്ടി വലിച്ചൂരൽ മത്സരത്തിലാണ്. ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ പ്ലാസ്റ്റിക് വരായിട്ട് വലിച്ച് ഊരുമായിരുന്നു കേട്ടോ. മറ്റേ രണ്ടാളും നിച്ചു കാണിച്ചു കൊടുക്കണ്ട്, എടാ അതെടുക്കടാ ഇതെടുക്കടാ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണ്ട്. അയ്യോ എനിക്കതൊന്നും വേണ്ട, എനിക്ക് ബോട്ടിൽ മാത്രം മതി എന്നുള്ള രീതിയിൽ ഇതും പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പെട്ടി പൊട്ടിക്കലും തുറന്നു കേട്ടോ. മക്കൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരാൾ പറഞ്ഞ് പുതപ്പ് ഇപ്പോൾ എന്തിനാന്ന് ചോദിച്ചങ്ങാണ്ട് ഒഴിവായി പോകാൻ നിന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സാധനം എന്ന് പറഞ്ഞങ്ങാണ്ട് ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് വലിച്ചിട്ടും കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് മക്കൾക്ക് കളിക്കാനും അതേപോലെ ടോയ്സ്, കിച്ചൺ ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതിലുണ്ടായിരുന്നത്. അങ്ങനെ ഉപ്പ സംസാരിക്കുന്ന ഒരു ടോയ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേ ചെയ്തിട്ട് മക്കളൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ.
ഞാൻ വിചാരിച്ച യുവക്ക് അത് പേടിയായിരിക്കുന്നത്, പക്ഷെ അവനക്കൊരു കുഴപ്പമില്ല. അവനത് നോക്കിയിട്ട് ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ കളിക്കണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങളെ കെട്ടിയന്മാർക്ക് വേണ്ടിയിട്ടും അനിയർക്ക് വേണ്ടിയിട്ടും 3 വാച്ച് മേടിച്ചിട്ടുണ്ട്. സ്മാർട്ട് വാച്ചാണ്. അതേപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും, പിന്നെ ഞങ്ങൾ 2 കസിൻസ് ഉണ്ട് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടും മേടിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടുപാടി ഡാൻസ് കളിക്കില്ല, പാട്ടുപാടി ഇങ്ങനെ നടക്കുന്ന ഒരു ബൊമ്മക്കുട്ടിയില്ലേ, അത് നിച്ചുവിന് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പെട്ടിയിൽ മക്കൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ മിസ്സാവുന്നുണ്ട്. പിന്നെ നിച്ചുവിന് ബൊമ്മക്കുട്ടി കൊടുത്തിട്ട് അവളത് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഏത് ഗൾഫുകാരും കൊണ്ടുവരുന്ന എന്താ പറയുക, സ്പ്രേ, പല്ലുവേദനൻ്റെ മരുന്ന്, ടൈഗർ ബാം, അങ്ങനെ വാസ്ലൈൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ലേ, ഗൾഫുകാർ കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങൾ, അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വെക്കുമായിരുന്നു. അതേപോലെ ഹെഡ്സെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബോഡി ലോഷന്, അതേപോലെ ഹണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെയർ ആൻഡ് ലവ്ലി, പിന്നെ മക്കളെ കാറ്, അങ്ങനെ ക്രീം, എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. കെറ്റില്, പിന്നെന്താ ടീഷർട്ട്, ബനിയന്, പിന്നെ ഷോക്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓയിൽ, വെളിച്ചെണ്ണ, മീൻസ് പിന്നെ ഡ്രിമ്മർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഷാമ്പൂ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്, സോപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സർപ്രൈസായിട്ട് കൊണ്ടുവന്ന 2 സാധനങ്ങളാണ്. 2 ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോൺ വല്യമ്മക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വല്യമ്മ മേടിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വല്യമ്മേൻ്റെ ഫോൺ കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്തത് ഉമ്മച്ചിക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിൻ്റെ ഞാൻ പറഞ്ഞു, ഉമ്മച്ചി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ നല്ലപോലെ നിന്നോളിന്ന് ഞാൻ പറഞ്ഞു. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് വാച്ച് കേട്ടോ. ഇത് റിനുവിന് വേണ്ടിയിട്ടുള്ളതാണ്. റിനു മോൾക്ക് വേണ്ടിയിട്ട് ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഡ്രസ്സുകളുണ്ട് കേട്ടോ. അനിയനക്ക് കുറച്ച് ടീഷർട്ടുകൾ, പിന്നെ അതേപോലെ നിച്ചുവിന് പറ്റിയ, ഗേൾസിന് പറ്റിയ കുറച്ച് എന്താ പറയുക, ബനിയനും പാൻറ്റും വരുന്ന ടൈപ്പുള്ള ഡ്രസ്സുകൾ, അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഷർട്ട്, ഉപ്പച്ചക്കുള്ള ഷർട്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് മക്കളെ കാറ് പ്ലേ ചെയ്യാണ്. അതിൽ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ ഓടിക്കുമായിരുന്നു. അപ്പോൾ യുവ ഫസ്റ്റ് തന്നെ ഓടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളറും എന്താ പറയുക, സൗണ്ടും മ്യൂസിക്കൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഓടുമായിരുന്നു. അങ്ങനെ ഉപ്പച്ചി കൊടുക്കുന്ന എല്ലാ ടോയ്സൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ വീഡിയോൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാണ്ട്, ഞാൻ എൻ്റെ ഉപ്പാനെ ഉപ്പച്ചി എന്നൊന്നുമല്ല കേട്ടോ വിളിക്കൽ, വാവാന്നാണ് വിളിക്കൽ. വാവ വിളിച്ചിട്ട് അങ്ങനെ ശീലിച്ച്. അങ്ങനെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സച്ചുവിനും അനുവിനും വേണ്ടിയിട്ട് വാച്ചാണ് കേട്ടോ. അല്ല ഒരാൾക്ക് ഗ്രീനും ഒരാൾക്ക് റെഡോ യെല്ലോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഏതാ ഇഷ്ടപ്പെട്ട കളറ് അത് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് വേണ്ട കളറ് അവർ തന്നെ ചൂസ് ചെയ്യായിരുന്നു കേട്ടോ. ഉമ്മാക്കും ഉമ്മച്ചിക്കും ഹെഡ്സെറ്റും ഉണ്ടായിരുന്നു ഫോണിൻ്റെ കൂടെ. പിന്നെ ഡ്രിമ്മറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വർക്കാവുമോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്നാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നിച്ചോ കിൻഡർ ജോയൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യുവ എന്നെ വലിക്കുകയായിരുന്നു കേട്ടോ. അവൻ്റെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനക്ക് എങ്ങനെ കഴിക്കാമെന്നൊന്നും അറിയില്ല. അപ്പോൾ യുവ മിഠായി മേടിക്കാനൊക്കെ കയ്യിൽ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെ കഴിക്കാമെന്നോ അതൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഉപ്പച്ചി കൊണ്ടുവന്നതിലുണ്ടായിരുന്ന മിഠായിയാണത്. ഓരോ ചെറിയ പാക്കറ്റിലുണ്ടായ ഒക്കെ വേറെ വേറെ ടൈപ്പ് മിഠായികളാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഒന്നിൽ പീനട്ട് ചോക്ലേറ്റിൽ മുക്കിയിട്ട് അങ്ങനെ കളർ മുക്കിയതാണ്. അങ്ങനെ ഒന്നിൽ പിന്നെ പുളി, ഒന്നിൽ ജെല്ലി, അങ്ങനെയൊക്കെ ഓരോ ടൈപ്പാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിനും വേണ്ടിയിട്ട് മക്കളിങ്ങനെ അടി ഉണ്ടാക്കുകയായിരുന്നു. ഒന്നിൽ ഡോൾഫിന്, അതേപോലെ ഫിഷിൻ്റെ ഐറ്റംസൊക്കെ ആയിട്ട് ഒന്നിൽ ചെറിയൊരു ഫിഷൊക്കെ ആയിട്ട് സ്റ്റാർ ഫിഷും, പിന്നെ അതേപോലെ ചെറിയ ഫിഷും, അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ടൈപ്പ് മിഠായികളായിരുന്നു. അതിൽ ഒരു പുളി ഉപ്പുള്ളൊരു മിഠായി എടുത്തിട്ട് ഉപ്പച്ചി അവനക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയായിരുന്നു. അപ്പോൾ നാവുമ്പോൾ തട്ടിയപ്പോൾ തന്നെ അവന് പുളീൻ്റെ എക്സ്പ്രഷൻ ഇടുമായിരുന്നു. അങ്ങനെ പെട്ടിപൊളിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഉപ്പച്ചിക്ക് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു.
ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. എണ്ണ ഒഴിച്ച് വലിയ ജീരകം ഇട്ട് പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെന്താ കറിവേപ്പിൻ്റെ ഇല പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് പിന്നെന്താ സവാള പിന്നെ തക്കാളി അതൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികൾ ഇടുക. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ചിക്കൻ വെള്ളമൊക്കെ ഒഴിക്കാതെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ ലുക്കാണ് കേട്ടോ. ലുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ചിക്കൻ ബർഗറിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇതാണ് കേട്ടോ ഇപ്പോൾ നേരത്തെ വരുമ്പോൾ കൊണ്ടുവന്ന പെട്ടിയിലുണ്ടായിരുന്ന സാധനം ഇതാണ്. അപ്പോൾ അതിന് ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ അനിയൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചീസി ആയിട്ടുള്ള സ്പ്രെഡ് സ്കീസ് ഇതും വെച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു ബർഗറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പച്ച് ഐസ് ക്യൂബ്സൊക്കെ വെച്ചിട്ട് ഒക്കെ കവർ ചെയ്ത് അങ്ങനെ തണുപ്പിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ബർഗറൊക്കെ റെഡി ആയി കഴിഞ്ഞ് മക്കൾ കഴിക്കുകയാണ്. അവർക്ക് അടിപൊളി ടേസ്റ്റി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ചപ്പാത്തി ചിക്കൻ വരട്ടിയത് അതേപോലെ ബർഗർ അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. യുവ ഉപ്പൻ്റെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉപ്പ വന്ന ദിവസവും അന്നത്തെ വിശേഷങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.